ഹായ് വെൽക്കം ടു സെൻസർ സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിലുള്ള ഒരു പോർഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ട്, അതുപോലെ എപ്പെക് സൊസൈറ്റീസിനെ പറ്റിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ സിലബസിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ അമ്മമാരുടെ അയൽക്കൂട്ടം ഉണ്ടല്ലോ, അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷറീസ് സഹകരണ സംഘങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതെന്താണ്? ദീസ് ആർ അല്ലെങ്കിൽ these societies are voluntary member-owned organizations of fishers and fish farmers. അപ്പൊ ഫിഷേഴ്സിന്റെ അല്ലെങ്കിൽ മത്സ്യം മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ ഉണ്ടല്ലോ, അപ്പം അവരുടെ ഫിഷർമാനിന്റെയും അതുപോലെ ഫിഷ് ഫാമേഴ്സ് അക്വാകൾച്ചർ ചെയ്ത് ജീവിക്കുന്ന ഫിഷ് ഫാമേഴ്സിന്റെയും ഒരു മെമ്പർ ഓൺഡ് ഓർഗനൈസേഷൻ ആണ് ഈ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ടു പ്രൊമോട്ട് collective fishing, aquaculture, marketing, processing, and welfare based on the principles of cooperation, mutual help, and democratic management. അപ്പൊ നമുക്കറിയാം, ഏതൊരു കാര്യവും നമ്മൾ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ പിൻബലത്തോടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് സക്സസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു ഗ്രൂപ്പോ ഒന്നുമില്ല, നമ്മൾ സ്വയം ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് വരും അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ നമ്മൾ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്തില്ല, ഒരു ഗ്രൂപ്പ് നമുക്കില്ല അല്ലെ. അത് മാത്രമല്ല, നമുക്കിപ്പോ എന്തെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിഷിന്റെ കാര്യം തന്നെയാണെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ കൾച്ചർ ചെയ്തുകൊണ്ട് വന്ന ഫിഷ് നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ലാഭം, പ്രോഫിറ്റ് അവിടെ കുറയും അല്ലെ. നമ്മൾ എന്താണ് ഫിഷിന് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, നാടൻ ഫിഷസ് കിട്ടും അല്ലെങ്കിൽ നല്ല ക്യാപ്ചർ ഫിഷസ് കിട്ടും എന്നുള്ള ഒരു കാര്യം മാർക്കറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫലപ്രദമാവുന്നത് എപ്പോഴാണ്? ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ ചെയ്യുമ്പോഴാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഒരു സഹകരണ സംഘത്തിന്റെ കീഴിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എന്താണ് നമ്മുടെ ഫേംസ് എന്താണ് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയി മാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? കോഓപ്പറേഷൻ, മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് അല്ലെ. ഒരു കോഓപ്പറേഷനിലൂടെ പരസ്പര സഹായത്തോടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഗ്രൂപ്പാണ് ഈ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ആരുടെയൊക്കെ ഗ്രൂപ്പാണ്? ഫിഷേഴ്സിന്റെയും ഫിഷ് ഫാമേഴ്സിന്റെയും ഒരു വോളണ്ടറി മെമ്പർ ഓൺഡ് ഓർഗനൈസേഷൻസ് ആണ്. ഇനി ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്? അതായത് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ ടു ഇംപ്രൂവ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ഫിഷേഴ്സിന്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക, ടു എലിമിനേറ്റ് മിഡിൽ മെൻ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പൊ എല്ലാ ഒരു കർഷകന്റെയും പ്രധാന ഒരു പ്രശ്നമാണ് ഈ മിഡിൽ മെൻ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ. കർഷകരുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മിഡിൽ മെൻ ഇത് വാങ്ങിയിട്ട് എന്താണ് സെല്ലേഴ്സ്, അതായത് എന്താണ് ബയേഴ്സിന്റെ അടുത്ത്, ബയേഴ്സിന് എന്താണ് വലിയ വിലയ്ക്ക് വിൽക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് വിൽക്കും. എന്നാൽ പാവപ്പെട്ട കർഷകർക്ക് എന്ത് കിട്ടുള്ളൂ? തുച്ഛമായിട്ടുള്ള വിലയെ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് മിഡിൽ മെൻ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ ടു എൻഷുർ ഫെയർ പ്രൈസ് ഫോർ ഫിഷ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സ്. ഇപ്പൊ ഫിഷിനും ഫിഷ് പ്രോഡക്ട്സിനും മാന്യമായിട്ടുള്ള വില, അതായത് ഫെയർ ആയിട്ടുള്ള പ്രൈസ് എൻഷുർ ചെയ്യുക. ടു പ്രൊവൈഡ് ഇൻപുട്സ്, ക്രെഡിറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഈ ഫിഷർമാൻ എന്തെങ്കിലും അവർക്ക് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങുകയാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻപുട്സ് ആയിട്ടുള്ള ഇപ്പൊ ഫിഷ് ഫാമേഴ്സ്, അതായത് അക്വാകൾച്ചർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫിഷിന്റെ സീഡ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ ഫീഡ് കൊടുക്കുക. അങ്ങനെയുള്ള ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഗിയേഴ്സ്, പുതിയ പുതിയ ബോട്ടുകളോ അതായത് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊടുക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാതാണ് ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഫിഷറീസ് മാനേജ്മെന്റ്. അപ്പൊ സുസ്ഥിരമായിട്ടുള്ള
ഫിഷറീസ് മാനേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക പോലുള്ള കാര്യങ്ങളാണ് ഫിഷറീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ എന്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങളല്ല, അവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ്, എത്ര ടൈപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഫിഷറീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൊ പ്രൈമറി ഫിഷറീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വില്ലേജ് ലെവൽ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ അല്ലെ, ലോക്കൽ ലെവൽ അല്ലെങ്കിൽ വില്ലേജ് ലെവൽ ആയിട്ടുള്ള ഒരു സഹകരണ സംഘമാണ്. ഇതിലെങ്ങനെയാണ് ഡയറക്ട്ലി ഫിഷേഴ്സും ഫിഷ് ഫാമേഴ്സും ഒക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിഷേഴ്സ് ഫിഷ് ഫാമേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത്? പ്രൈമറി ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എങ്ങനെ നമ്മള് എന്താണ് സ്വയം സഹായ സംഘങ്ങളില്ലേ, അതായത് അയൽക്കൂട്ടങ്ങൾ പോലുള്ള അതുപോലെ ഗ്രാമത്തിന്റെ, അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാർ, വില്ലേജ് ലെവൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലായിട്ടുള്ള നമ്മുടെ ഡയറക്ട്ലി ഫിഷേഴ്സുമായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് നടത്തുന്നതാണ് ഫിഷറീസ് എന്താണ് പ്രൈമറി ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഈ സെൻട്രൽ ഓർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് ഈ ഒരു എന്താ ലോക്കൽ ലെവലിലുള്ള ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷൻ, അതാണ് ഈ സെൻട്രൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് മിഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഈ അയൽക്കൂട്ടങ്ങളുടെയൊക്കെ ഒരു എന്താണ് ഒരു ഏകീകൃതമാക്കിക്കൊണ്ട് അവരെ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് പോലെ ആക്കിക്കൊണ്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നു. അതാണ് ഡിസ്ട്രിക്ട് മിഷൻ അല്ലെ, നമ്മൾ ജില്ലാ മിഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അത് എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലേ ഈ അയൽക്കൂട്ടം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതിന്റെ ഒരു എന്താണ് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ പ്രൊവൈഡ് മാർക്കറ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. നമുക്കറിയാം കുറച്ചും കൂടെ ഹയർ ലെവലിൽ എന്താണ് മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം അല്ല, ഇതിന്റെ ഒരു ഹെഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മുകളിലാണ് എന്ത് വരുന്നത്? സ്റ്റേറ്റ് ഫിഷറീസ് കോപ്പറേറ്റീവ് ഫെഡറേഷൻസ് വരുന്നത്. ഓക്കെ, അത് എന്താണ്? അപ്പെക്സ് ബോഡിയാണ് അല്ലെ, സ്റ്റേറ്റ് ലെവലിലുള്ള അപ്പെക്സ് ബോഡി. അപ്പൊ നമ്മൾ കുടുംബശ്രീയുടെ ഒക്കെ പറയുമ്പോൾ എങ്ങനെ പറയും? സ്റ്റേറ്റ് മിഷൻ പോലുള്ള അതുപോലുള്ള സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് സ്റ്റേറ്റ് ഫിഷറീസ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് പോളിസി കോർഡിനേഷനും അതുപോലെ ലാർജ് സ്കെയിൽ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അതായത് ഓരോ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയാസ് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് ലെവലിലാണ് അല്ലെ, എപ്പെക്സ് ബോഡീസിലാണ്. അപ്പൊ ഈ എപ്പെക്സിൽ എന്താണ് ഇവര് ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന പോളിസീസ് എന്താ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൊടുക്കും. ആ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് പ്രൈമറി ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴി ഡയറക്ട്ലി ഫിഷേഴ്സ് അല്ലെങ്കിൽ ഫിഷ് ഫാമേഴ്സിന് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. ഇതാണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒരു എന്താണ് ടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ബേസിക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ എന്നുള്ള കാര്യങ്ങൾ. അടുത്ത നമ്മുടെ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫങ്ഷൻസ് ആണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. പ്രൊഡക്ഷൻ ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ്. ഇവർക്ക് പ്രൊഡക്ഷൻ ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. അതായത് എങ്ങനെയാണ്? കളക്റ്റീവ് ഫിഷിംഗ് ഇൻ റിസർവോയേഴ്സ്, റിവേഴ്സ് ആൻഡ് കോസ്റ്റൽ വാട്ടേഴ്സ്, മാനേജ്മെന്റ് ഓഫ് ടാങ്ക്സ്, പോണ്ട്സ് ആൻഡ് റിസർവോയേഴ്സ്, ദെൻ സ്റ്റോക്കിംഗ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് കൺസർവേഷൻ മെഷേഴ്സ്. ഇതൊക്കെയാണ് അവരുടെ പ്രൊഡക്ഷൻ ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റിനുള്ളിൽ വരുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റോക്കിംഗ്, ഹാർവെസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഫിഷറീസ് കോർപ്പറേഷന്റെ ഒരു ഫങ്ഷൻ ആണ്. ദെൻ ഇൻപുട്ട് സപ്ലൈ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഷ് സീഡ്, അതുപോലെ ഫീഡ്, നെറ്റ്, ഗിയേഴ്സ്, ബോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഷറീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻപുട്ട് സപ്ലൈ ഇവരുടെ ഒരു ഫങ്ഷൻ ആണ്. അതുപോലെ നമുക്ക് പ്രോസസിങ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റ്സ് ഒക്കെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ അതിന് എന്ത് വേണം? ഐസ്, അതുപോലെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യമാണല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രൊവിഷൻ, അതൊക്കെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു സപ്ലൈ ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ദെൻ ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എന്താണ് ഒരു ആള്, ഒരു ഇൻഡിവിജ്വൽ എന്താണ് ഒരു ഫേം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അയാള് ഇങ്ങനെയുള്ള സഹകരണ സംഘങ്ങളിലൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു ലോൺ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ഒരുപാട് ഫോർമാലിറ്റീസ് എന്ത് ചെയ്യേണ്ടി വരും? ഫോളോ ചെയ്ത് പോവേണ്ടി വരും അല്ലെ. എന്നാൽ ഒരു സഹകരണ സംഘത്തിലുള്ള ആളാണെങ്കിൽ
ഓക്കെ. അപ്പൊ അവർക്കാണെങ്കിൽ എന്താണ്, ഈടുകളൊന്നും കൊടുക്കാതെ എന്ത് ചെയ്യാം, അവർക്ക് സബ്സിഡി ഉള്ള ലോണുകൾ പോലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഒരുപാട് ധാരാളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്താണ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കാൻ ആർക്ക് പറ്റും? ഈ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പറ്റും. അപ്പൊ ഈ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിങ്ക് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബാങ്ക്സ് ആണ് നബാർഡ്, NFDB ഒക്കെ. ഇപ്പൊ നബാർഡ് നമുക്കറിയാം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്ക് ആണ്. നബാർഡുമായിട്ടൊക്കെ എന്താണ് ഈ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ലിങ്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാങ്കുകളിൽ നിന്ന് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻഷുറൻസ് കവറേജ് ഫോർ ഫിഷേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്. അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ്, അല്ലെ? നമുക്ക് മനുഷ്യനായാലും എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്, അല്ലെ? ഏത് നേരം വേണമെങ്കിലും കാലാവസ്ഥ മാറാം, കടലിന്റെ സ്വഭാവമൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മുടെ ജീവൻ പണയം വെച്ചാണ് നമ്മൾ ഫിഷ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഫിഷേഴ്സും എടുക്കണം, മാത്രമല്ല നമുക്ക് നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ കാലകരണ എന്താണ് പ്രശ്നം കൊണ്ടോ ബോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിഷിംഗ് ഗിയേഴ്സോ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ബോട്ടിനൊക്കെ ഒത്തിരി വിലയാണല്ലോ. അപ്പൊ ഈ ബോട്ടിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഷുറൻസ് കവറേജസ് എടുക്കണം. അപ്പൊ ഇതിനൊക്കെ എന്താണ് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് എന്ത്, നമ്മുടെ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസ് സപ്പോർട്ട്. അപ്പൊ ഇത് ഒരു മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് മാർക്കറ്റിംഗ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരു ഫേം നടത്തുന്ന സമയത്ത് മാർക്കറ്റിംഗ് നമുക്കൊരു പ്രോബ്ലം ആണ്. എന്നാൽ കോപ്പറേറ്റീവ് ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്താണ് മാർക്കറ്റിംഗ് കുറച്ചുകൂടെ ഈസിയാണ്. മാത്രമല്ല ഈ സൊസൈറ്റീസിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ഫിഷേഴ്സിനെയും ഫിഷ് ഫാർമേഴ്സിനെയും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഇവർക്ക് മാർക്കറ്റോ ഓപ്ഷൻ സിസ്റ്റംസ്, അതായത് എന്തെങ്കിലും ലേലം വിളിച്ച് മീനൊക്കെ വിൽക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആർക്ക് സാധിക്കും? ഫിഷറീസ് സൊസൈറ്റീസിന്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് സാധിക്കും. അതുപോലെ തന്നെ ബെറ്റർ ബാർഗൈനിങ് പവർ ആൻഡ് സ്റ്റേബിൾ പ്രൈസസ്. അതായത് ഇപ്പോ സപ്പോസ് ഞാനൊരു എന്താണ് മത്സ്യ കർഷകനാണ്. അപ്പൊ ഞാൻ ഒരു 1 കിലോ മത്സ്യത്തിന് 100 രൂപ നിരക്കിലാണ് വിൽക്കുന്നതെന്ന് വെച്ചോ. മറ്റൊരാള് 1 കിലോ മത്സ്യത്തിന്, സെയിം മത്സ്യത്തിന് 50 രൂപ നിരക്കിൽ വിൽക്കുന്നു. അപ്പൊ കൂടുതൽ കച്ചവടം എവിടെ പോവും? 50 രൂപ വില കുറച്ച് വിൽക്കുന്ന ആളിന് പോവും. അപ്പൊ നമുക്ക് എന്താണ് പ്രശ്നം വരിക? നമ്മുടെ മീന് അല്ലെങ്കിൽ നമ്മുടെ മത്സ്യം വാങ്ങാനുള്ള ബയേഴ്സ് കുറയുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് നഷ്ടം ഉണ്ടാവുകയും ചെയ്യും, അല്ലെ? അപ്പൊ ഇങ്ങനെ തോന്നിയ പ്രൈസിനൊക്കെ ഓരോരുത്തർ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ലാഭകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രോഡക്റ്റ് എന്താണ്, മീനാണ്, അല്ലെ? മത്സ്യമാണ്. അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സും ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്റ്റേബിൾ പ്രൈസ്, പിന്നെ ഒരു സ്പീഷീസ് ഓഫ് മത്സ്യത്തിന് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾ കിങ് ഫിഷ് ഒക്കെ അല്ലെങ്കിൽ എന്താണ് സ്ക്വിഡിനായാലും പ്രോണിനായാലും ഒക്കെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലേ. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഇത്രയാണ് ഈ മത്സ്യത്തിന്റെ വില. അപ്പൊ അത് തന്നെ എന്ത് ചെയ്യണം, എല്ലാവരും ഫോളോ ചെയ്യണം. അങ്ങനെയുള്ള സ്റ്റേബിൾ പ്രൈസസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ സഹായം നമുക്ക് വേണം, അല്ലെ? നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു പ്രൈസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് എല്ലാവരും അനുസരിക്കണമെന്നില്ല. എന്നാൽ ഒരു എന്താ കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്ന ഒരു വില ആണെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ കർഷകർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊഡക്ട്സ് വിൽക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ബെറ്റർ ബാർഗൈനിങ് പവറും സ്റ്റേബിൾ പ്രൈസസും ഒക്കെ ആരുടെ ഒരു ഫംഗ്ഷൻ ആണ്? ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താണ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസ് സപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അടുത്ത് പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡിഷൻ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മള് ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് പോയില്ല, ഫിഷ് വിറ്റ് പോയില്ല. അപ്പം ബാക്കി ഫിഷ് വരുമ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഡ്രൈ ചെയ്ത് ഉണക്ക മീനായിട്ട് വിൽക്കാം, അല്ലെ? ഉണക്ക മീനായിട്ട് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീസ് ചെയ്ത് കയറ്റുമതി ചെയ്യാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്യൂണ മത്സ്യം, ചൂരമീൻ എന്ന് പറയും, അല്ലെ? അപ്പൊ ഈ ട്യൂണ മത്സ്യം നമുക്ക് അധികമായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാ, നമ്മൾ സാധാരണ മത്സ്യമായിട്ട് ഇതിനെ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ പ്രോഫിറ്റ് ഇതിനെ ഒരു അച്ചാറിന്റെ രൂപത്തിൽ മീൻ അച്ചാറാക്കി നമ്മൾ വിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും, അല്ലെ? അതാണ് വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. അതായത്
നമ്മൾ നോർമലായിട്ട് വിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് നമുക്ക് എന്തിലൂടെ ഉണ്ടാക്കാൻ പറ്റും? വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ കിട്ടും. അതായത് ഇപ്പൊ മീനായിട്ട് വിൽക്കാതെ നമുക്ക് എന്താക്കി വിൽക്കാം? മീനച്ചാറോ അല്ലെങ്കിൽ ഉണക്ക മീനായിട്ടോ ഒക്കെ നമുക്ക് വിൽക്കാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ്, വാല്യൂ അഡീഷൻ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് എന്ത്? ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ? ആക്സിഡന്റ് ഇൻഷുറൻസ്, ഹെൽത്ത് സ്കീംസ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫിഷർമെനിന്റെ മക്കൾക്ക് അവർക്ക് പഠിക്കുന്ന ഹയർ ലെവലിലൊക്കെ അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് സ്കോളർഷിപ്സ്, ഫെലോഷിപ്സ് ഒക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ അവർക്ക് ഹൗസിംഗ് ലോൺസ് ആയാലും റിലീഫ്, അതായത് നമുക്കറിയാം എല്ലാ സീസണിൽ നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിഷിംഗ് ബാൻ ഉള്ള സീസൺസിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീഫ് ഫണ്ടുകൾ റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ അവർക്ക് വരുമാനം ഇല്ലായിരിക്കുന്ന സമയത്ത് റിലീഫ് ഫണ്ടുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റും? ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ ഒരു പെട്ടെന്നൊരു കാലാവസ്ഥ വ്യതിയാനം വന്നു, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ മഴയോ കടലേറ്റമോ അങ്ങനെയുള്ള സുനാമിയോ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു എന്ന് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളുടെ സമയത്ത് സപ്പോർട്ടായിട്ട് അവർക്ക് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട് ആയാലും അല്ലാതെ അവർക്ക് ഫിഷിംഗ് ഗിയേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായാലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ചെയ്യാൻ പറ്റും അല്ലെ? ദെൻ അടുത്തൊരു കാര്യമാണ് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അതായത് ഇപ്പൊ എല്ലാവർക്കും ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുന്ന കാര്യം, സ്മോക്ക് ചെയ്യുന്ന കാര്യം, ഫ്രീസ് ചെയ്യുന്ന കാര്യം, ക്യാൻ ചെയ്യുന്ന കാര്യമൊന്നും അറിയില്ലായിരിക്കും അല്ലെ? അതല്ലെങ്കിൽ നമ്മുടെ ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മളെ മേഖലകളുണ്ട്, ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് അല്ലെ? അവിടെ എന്ത് വേണം? സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഫിഷർമാനെയും അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ പറ്റും അല്ലെ? ട്രെയിനിങ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുത്തിട്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു തൊഴിലിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങും കപ്പാസിറ്റി ബിൽഡിങ്ങും ഒക്കെ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ചെയ്യാൻ പറ്റും. അതുപോലെ ഫിഷ് ഇംപ്രൂവിങ് അല്ലെങ്കിൽ അക്വാകൾച്ചർ പ്രാക്ടീസസ്, പുതിയ പുതിയ അക്വാകൾച്ചർ പ്രാക്ടീസസ് നമുക്കറിയാം. റാസ് പോലുള്ള സിസ്റ്റംസ് അല്ലെ? ഇന്റഗ്രേറ്റഡ് അക്വാകൾച്ചർ ഒക്കെ പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ അഗ്രികൾച്ചറും അക്വാകൾച്ചറും ഒക്കെ ഒരേപോലെ, അതായത് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പുതിയ പ്രാക്ടീസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ ഇവർക്ക് ഫിഷേഴ്സിന് അല്ലെങ്കിൽ എന്താണ് അക്വാകൾച്ചർ ചെയ്യുന്ന ആൾക്കാർക്ക്, ഫിഷ് ഫാമേഴ്സിന് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അവയർനെസ്, കൺസർവേഷൻ, അതായത് ഒരു പെട്ടെന്നൊരു എന്താണ് ഫിഷ് ഡിസീസ് സ്പ്രെഡ് ചെയ്തു, അപ്പൊ അതിനെതിരെയുള്ള അവയർനെസ്, എങ്ങനെ നമുക്ക് എന്താണ് റിസോഴ്സ് കൺസർവ് ചെയ്യാം, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അക്വാകൾച്ചർ ചെയ്യാം പോലുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങും കപ്പാസിറ്റി ബിൽഡിങ്ങിലും ഒക്കെ ഉള്ള നോളജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് പറ്റും? ഫിഷറീസ് സൊസൈറ്റീസിന് അല്ലെ? ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പറ്റുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ്, അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷറീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫിഷറീസ് കോപ്പറേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. പ്രധാൻമന്ത്രി മത്സ്യസമ്പദ യോജന. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഗവൺമെന്റിന്റെ സ്കീമാണ്. ഓക്കെ, PMMSY എന്ന് പറയും, പ്രധാൻമന്ത്രി മത്സ്യസമ്പദ യോജന. അപ്പൊ ഈ ഒരു യോജന വഴി എന്താണ് ഫിഷറീസ് കോപ്പറേറ്റീവ്സിന്റെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ അതിലൂടെയുള്ള ഫിഷേഴ്സിന്റെ ഡെവലപ്മെന്റിന് ഗവൺമെന്റ് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം NFDB ആൻഡ് നബാർഡ്. NFDB, നബാർഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടിന് സ്കീമുകൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഐക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൃഷി വിജ്ഞാൻ കേന്ദ്രാസ് KVKസും വഴിയുള്ള ട്രെയിനിങ്, അതായത് ഇപ്പൊ ഫിഷ് ഫാമേഴ്സിനായാലും ഫിഷേഴ്സിനായാലും സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പോലുള്ള കാര്യങ്ങൾ എന്താണ് ഐക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും KVK കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഗവൺമെന്റ് സപ്പോർട്ടിന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ ലീഗൽ സപ്പോർട്ട് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലീഗൽ സപ്പോർട്ട് ഒക്കെ ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
Then ഇമ്പോർട്ടന്റ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും പഠിച്ചത്, എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കാരണം നമ്മുടെ ഫിഷേഴ്സിന്റെയും ഫിഷ് ഫാമേഴ്സിന്റെയും ഇൻകം എന്തെയും ഇൻഹാൻസ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അവരുടെ ലിവ്ലിഹുഡ് സെക്യൂരിറ്റി എന്താവും, ഇംപ്രൂവ് ആകും. ദെൻ ദീസ് സൊസൈറ്റീസ് പ്രൊമോട്ട് ഇക്വിറ്റബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തൻ ആകുന്നുണ്ട്. സസ്റ്റൈനബിൾ, നമുക്ക് എപ്പോഴും അതാണല്ലേ, സുസ്ഥിരമായിട്ടുള്ള വികസനം, സസ്റ്റൈനബിൾ ഫിഷറീസ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതുപോലെ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫിഷേഴ്സിന്റെ എംപവർമെന്റ് ഈ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴി നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഷറീസ് എന്താണ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പെക്സ് സൊസൈറ്റീസ് ഇൻ ഫിഷറീസ് കോപ്പറേറ്റീവ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഫിഷറീസ് കോപ്പറേറ്റീവ്സിന് പല തരങ്ങളുണ്ട് അല്ലെ. പ്രൈമറി ലെവലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്. ആ സ്റ്റേറ്റ് ലെവലാണ് എപ്പെക്സ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതുപോലെ മറ്റുള്ള ഫിഷറീസ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് സൊസൈറ്റികളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Apex societies are the highest level cooperative organization in the cooperative structure. അപ്പൊ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ തന്നെ നമ്മൾ 3 സ്ട്രക്ചർ പറഞ്ഞുവരുന്നു. അതിൽ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ആയിട്ടുള്ള ഓർഗനൈസേഷനെയാണ് നമ്മൾ അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ലെവലിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നാഷണൽ ലെവലിലും ഓപ്പറേറ്റ് ചെയ്യാം. ഫോംഡ് ബൈ ദ ഫെഡറേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു പ്രൊവൈഡ് പോളിസി ഗൈഡൻസ്, കോർഡിനേഷൻ, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ അപ്പെക്സ് സൊസൈറ്റീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് ലെവലുള്ള സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷൻ വഴിയാണ് സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊവൈഡ് പോളിസി ഗൈഡൻസ്, കോർഡിനേഷൻ, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ടു ദ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, അതാണ് ഇവരുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട് ഇവർക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ആണ്. അതായത് ഇവർ ഏറ്റവും മേൽത്തട്ടിലുള്ള എന്താണ് മേൽത്തട്ടിലുള്ള ഹയസ്റ്റ് ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു മോണിറ്ററിംഗ് കാണും അല്ലെ. അപ്പൊ ഇവര് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസ് അല്ലെങ്കിൽ ഇവര് കൊണ്ടുവന്ന പോളിസീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയോ എന്നുള്ളൊരു മോണിറ്ററിംഗ് അല്ലെ. എങ്ങനെയാണ് പ്രൈമറി സൊസൈറ്റീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള മോണിറ്ററിംഗ് ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡിങ് മാനേജീരിയൽ ആൻഡ് ലീഡർഷിപ്പ് ഗൈഡൻസ്. അപ്പൊ ഒരു ലീഡർഷിപ്പ് ഗൈഡൻസ് കൊടുക്കും അല്ലെ. ഇതൊരു അപ്പെക്സ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഗൈഡൻസ്, റൂൾസ് ഒക്കെ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എൻഷറിങ് കംപ്ലയൻസ് വിത്ത് കോപ്പറേറ്റീവ് ലോസ്. അപ്പൊ ലോസിന്റെ ബേസിസിൽ കംപ്ലയൻസിന് എൻഷർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻസിനുള്ളിൽ വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴി ഫണ്ടുകൾ കിട്ടും അല്ലെ. അങ്ങനെ ഫണ്ടുകൾ കിട്ടണമെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യണം? ഫണ്ടിന്റെ മൊബിലൈസേഷൻ നടത്തണം അല്ലെ. അത് സാങ്ഷൻ ആവാൻ വേണ്ടി എവിടെ നിന്നാണ് ഇത് വരേണ്ടത്? സാങ്ഷൻ ഓർഡർ വരേണ്ടത് എവിടെ നിന്നാണ്? അപ്പെക്സ് സൊസൈറ്റീസിനാണ്. മൊബിലൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്സിന് വേണ്ടിയുള്ള സാങ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നബാർഡ്, NFDB, ബാങ്ക്സ് ഒക്കെ നമുക്ക് സ്കീമുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ സ്കീമുകളൊക്കെ നടക്കണമെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയുടെ ഒരു ചാനലിങ് വേണം. ഓക്കെ. ദെൻ പ്രൊവൈഡിങ് സബ്സിഡീസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മൂലധനം അല്ലെ. ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ഒരു വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അപ്പൊ അതില്ലാത്ത ആൾക്കാർക്ക് ലോൺ പോലെ വർക്കിംഗ് ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് പലിശ നിരക്ക് കുറയ്ക്കുകയും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1,00,000 രൂപയുടെ അസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ 50,000 രൂപ സബ്സിഡി അല്ലെങ്കിൽ 75,000 രൂപ സബ്സിഡി പോലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷേഴ്സിന് അവർക്ക് ഇത് തിരിച്ചടയ്ക്കാൻ എളുപ്പമാണ്. അവർക്ക് കൂടുതൽ ഇത് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ദെൻ അപ്പെക്സ് സൊസൈറ്റിയുടെ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്താണ്? ബൾക്ക് മാർക്കറ്റിംഗ് ഓഫ് ഫിഷ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സ്. അപ്പൊ ഫിഷിന്റെയും ഫിഷ് പ്രോഡക്ട്സിന്റെ ഒക്കെ ബൾക്ക് മാർക്കറ്റിംഗ്, വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ചെറിയ ചെറിയ വിൽപ്പനകളല്ല, വലിയ ഹോൾസെയിൽ വിൽപ്പന എന്നൊക്കെ നമ്മൾ പറയില്ല.
ബൾക്ക് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ കോൾഡ് ചെയിൻ, ഐസ് പ്ലാന്റ്സ്, ഫിഷ് മാർക്കറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ദെൻ പ്രൈസ് റെഗുലേറ്റ് ചെയ്യുക, അല്ലെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു യൂണിഫോം പ്രൈസ് പറയാം അല്ലെ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്രൈസ് ഇവർക്ക് ഫിക്സ് ചെയ്യാം, പ്രൈസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മിഡിൽ മെൻ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ്. ദെൻ അപ്പെക്സ് സൊസൈറ്റിയുടെ ടെക്നിക്കൽ ആൻഡ് എക്സ്റ്റൻഷൻ സപ്പോർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ടെക്നോളജിയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ കപ്പാസിറ്റി ബിൽഡിംഗ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ, ആ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ നടത്തിപ്പ് ആർക്കാണ്? അപ്പെക്സ് സൊസൈറ്റിക്കാണ് അല്ലെ. നമ്മുടെ ലോ ലെവലിലുള്ള, വില്ലേജ് ലെവലിലുള്ള പ്രൈമറി ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വർക്കിംഗ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അതിന് എന്ത് വേണം? ഈ അപ്പെക്സ് സൊസൈറ്റീസ് വേണം. അപ്പെക്സ് സൊസൈറ്റിയുടെ സാങ്ഷനോട് കൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലെ. ദെൻ ഐക്കാർ പോലുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ അപ്പെക്സ് സൊസൈറ്റിയുടെ എക്സാമ്പിൾസ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അപ്പെക്സ് സൊസൈറ്റി, അപ്പെക്സ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റേറ്റ് ഫിഷറീസ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ. അപ്പൊ സ്റ്റേറ്റ് ഫിഷറീസ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്താണ്? ഒരു അപ്പെക്സ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതുപോലെ NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതും എന്താണ്? ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ കോപ്പറേറ്റീവ്സ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ അപ്പെക്സ്, നാഷണൽ ഫെഡറേഷൻ, സ്റ്റേറ്റ് ഫെഡറേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പെക്സ് സൊസൈറ്റിക്കകത്ത് വരുന്ന എന്താണ് സ്ഥാപനങ്ങളാണ്. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സൊസൈറ്റീസ് ആക്ട്സ് ആൻഡ് റെഗുലേഷനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഈ സൊസൈറ്റീസ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് നാം നോക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. അപ്പൊ ഈ ഒരു ആക്ട് ഇംപ്ലിമെന്റ് ആയ ഇയറും കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. അപ്പൊ 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇംപ്ലിമെന്റ് ആയത്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ലെജിസ്ലേഷൻ ഫോർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിന്റെ ഫസ്റ്റ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ നിയമം ആണ് എന്ത്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഇതെന്താണ് പ്രൊവൈഡ് ചെയ്തത്? പ്രൊവൈഡ് ലീഗൽ ഐഡന്റിറ്റി ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി പ്രൊവൈഡ് ചെയ്തത് ഈ ഒരു ആക്ടിലാണ്. ഈ ഒരു ആക്ടിലൂടെയാണ് നിയമപരമായിട്ട് എന്തായത്? പ്രാബല്യത്തിൽ വന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ അപ്ലൈഡ് മെയിൻലി ടു ക്രെഡിറ്റ് ആൻഡ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ്സ് ഇൻക്ലൂഡിംഗ് ഫിഷറീസ്. ഇപ്പൊ ഫിഷറീസ് പോലുള്ള കാര്യങ്ങൾക്ക് എന്താണ്? ക്രെഡിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു ആക്ട് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ ലേറ്റർ റീപ്ലേസ്ഡ് ബൈ സ്റ്റേറ്റ് സ്പെസിഫിക് ആക്ട്സ്. അപ്പൊ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു നിയമം വന്നത്, പിന്നീട് ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വന്നു? സ്റ്റേറ്റ് സ്പെസിഫിക് ആക്ട്സുകൾ വന്നു. അതായത് ഓരോ സംസ്ഥാനങ്ങളെ എന്താണ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആക്ടുകൾ എന്ത് ചെയ്തു? നിലവിൽ വന്നു. ആദ്യം വന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ഫസ്റ്റ് ലെജിസ്ലേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്ട് ആയിരുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു 1912. ഓക്കെ, അതിനുശേഷം ഓരോ സ്റ്റേറ്റുകൾക്കും എന്ത് വന്നു? ഓരോ ആക്ടുകൾ നിലവിൽ വന്നു. ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് വന്നു. എന്താണത്? ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട് അല്ലെ. എക്സാമ്പിൾ നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതുപോലെ കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പോലുള്ള ആക്ടുകൾ അത് എക്സാമ്പിൾ ആയിട്ട് തന്നേ ഉള്ളൂ. അപ്പൊ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അതായത് ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമം, ഓരോ ആക്ട്, അതനുസരിച്ചാണ് അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ദെൻ എന്തൊക്കെയാണ് ഇവര് ഗവേൺ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ. അതായത് നമുക്ക് അറിയാം പ്രൈമറി ലെവലിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡിസ്ട്രിക്ട് ലെവലിൽ എന്ത് ചെയ്യുന്നു? ഒരു ഡിസ്ട്രിക്ട് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ വരുന്നു. ഇനി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷൻ ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാരുടെ രജിസ്ട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? അതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ
എവിടെയാണ്, ഏത് ആക്ടിന്റെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതുപോലെ മെമ്പർഷിപ്പ് റൂൾസ്, അല്ലെ മെമ്പർ ആവണമെങ്കിൽ എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആവാൻ അർഹതയുള്ളവർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ്. അപ്പൊ എന്തൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നടത്തിയാലും, ഏത് സഹകരണ സംഘമായാലും അതിനെ ഓഡിറ്റ് ചെയ്യണം, അല്ലെ? നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓഡിറ്റിംഗ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് ഇതൊക്കെ ഏത് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് ലിക്വിഡേഷൻ. അപ്പൊ ഡിസ്പ്യൂട്ട്, ഓരോ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകളെല്ലാം എന്താണ് റെസൊല്യൂഷൻ ചെയ്യുന്നത് ഈ ഒരു ആക്ടിന്റെ ബേസ് ചെയ്തിട്ട് ആണ്. ദെൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് ഒന്നിലധികം, മോർ ദാൻ ഓൺ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ്, അതായത് ഒന്നിലധികം സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നു? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആണ് എന്ത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നത്? 2002 നിലവിൽ വന്നത്. ഇവരെന്താണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നാഷണൽ ഓർ ഇന്റർ സ്റ്റേറ്റ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, അതായത് സ്റ്റേറ്റ്, നമുക്കറിയാം സ്റ്റേറ്റ് ലെവൽ ഫിഷറീസ് കോപ്പറേറ്റീവ്സും ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട്. അതുപോലെ എന്താണ്, നാഷണൽ ലെവലും ഉണ്ട്, അല്ലെ? അപ്പൊ നാഷണൽ ലെവലില് അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് കാര്യങ്ങള് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ഗവേണൻസ് ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ് ഇവരുടെ അതിനെയൊക്കെ ഇവരെന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. ഇപ്പൊ ഈ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2002. ദെൻ അടുത്ത മറ്റൊരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. അത് വന്നത് എപ്പോഴാണ്? 1860 നിലവിൽ വന്ന ഒരു ആക്ട് ആണ് എന്ത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോൺ പ്രോഫിറ്റ് സൊസൈറ്റീസ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലാതെ നോൺ പ്രോഫിറ്റ് സൊസൈറ്റീസുകളെ ഗവേൺ ചെയ്യുന്ന ഒരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ്? ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു റിസർച്ച് വെൽഫെയർ സൊസൈറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ല, നോൺ പ്രോഫിറ്റ് സൊസൈറ്റീസ് ആണ്. എന്നാൽ ഇവരുടെ വെൽഫെയറിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതായത് ഇപ്പൊ NGO, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്ടിന്റെ കീഴിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവ എന്താണ് മെയിൻ ആയിട്ട്? ഈ ഒരു സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് മെയിൻ ആയിട്ട് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ, റിസർച്ച്, വെൽഫെയർ, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 എന്ത് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2011. 2011 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ 97ാമത്തെ അമെന്റ്മെന്റ്, ഭേദഗതി. അപ്പൊ എന്ത് കാര്യമാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഈ ഭേദഗതിയിലൂടെ എന്ത് കാര്യം കൊണ്ടുവന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുത്തു. അതായത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഭരണഘടന പരമാക്കി. എപ്പോഴാണ്? 2011 97ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി, 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുത്തു. ഇനി ഇതിന് പരമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 2 ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 43B, അതായത് കോപ്പറേറ്റീവ്സുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 43B. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പാർട്ടും ഇൻക്ലൂഡ് ചെയ്തു, അല്ലെ? പാർട്ട് ഏതാണ്? 9B. പാർട്ട് 9B ഇൻക്ലൂഡ് ചെയ്തു. അതിൽ ആർട്ടിക്കിൾസ് ഏത് മുതൽ ഏത് വരെയാണ്? ആർട്ടിക്കിൾസ് 243ZH മുതൽ 243ZT വരെ. ഓക്കെ, ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പാർട്ട് 9Bയിൽ 243ZH മുതൽ 243ZT വരെ. അതെന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഗവേണൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇപ്പൊ ഭരണഘടനാ പരമാക്കി, അല്ലെ? എപ്പോഴാണ്? 2011 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എന്ത് കൊടുത്തു? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തു, അല്ലെ? ആർട്ടിക്കിൾ 43B ഇൻസേർട്ട് ചെയ്തു. അതെന്താണ്?
പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ പ്രൊമോഷൻ ആണ് ആർട്ടിക്കിൾ 43B പറയുന്നത്. then ഒരു പാർട്ട് വന്നു ഇൻക്ലൂഡ് ചെയ്തു, പാർട്ട് 9B. അതിൽ ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഗവേണൻസിനെ പറ്റിയിട്ട് എന്താണ് പ്രതിപാദിക്കുന്നു. ദെൻ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾസിന്റെ മെയിൻ ആർട്ടിക്കിൾസ് കൊണ്ടുവന്നത് കൊണ്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്, ടൈംലി എലക്ഷൻസ്. അപ്പൊ ഈ ഒരു എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ എലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആർട്ടിക്കിളിനകത്താണ് വരുന്നത്. ഈ ഒരു ആർട്ടിക്കിൾസിനകത്ത്, ഈ പാർട്ടിനകത്തും ആർട്ടിക്കിൾസിനകത്തുമാണ് വരുന്നത്. ദെൻ പ്രൊഫഷണൽ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത്. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ എന്താണ് വെറും ഒരു ബോഡി അല്ലാതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കി അല്ലെ, എന്താണ് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു അല്ലെ. അമെന്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ എന്താണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കണം അല്ലെ. അപ്പൊ നിയമം വഴി സ്ഥാപിതമാക്കി. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കി അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. ഏത് അമെന്റ്മെന്റ് ആണ്? 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് 2011. ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് ഇൻക്ലൂഡ് ചെയ്തത്? ആർട്ടിക്കിൾ 43B ആണ്, പാർട്ട് 9B, ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തൽക്കാലം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്താണ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പറഞ്ഞു, അപ്പെക്സ് സൊസൈറ്റീസിനെ പറ്റി പറഞ്ഞു, പിന്നെ സൊസൈറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക് ആണിത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, bye.